ചേട്ടാ നമസ്കാരം. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം കുറെ നാളുകളായിട്ട് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് യുക്രൈൻ റഷ്യ യുദ്ധവും നടക്കുന്നത്. നമ്മൾ ഓർക്കണം, ലോകം മുഴുവൻ യുദ്ധത്തിന്റെ കീഴിലാണ്. ഇതിന്റെ പിന്നിൽ അമേരിക്കയാണ് എന്ന വലിയ ആരോപണങ്ങൾ പല പല ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിലുള്ള സുഡാപ്പി ടീമൊക്കെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം വരുമ്പോൾ സഹോദര അതിന്റെ പിന്നിൽ അമേരിക്കയാണെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇസ്രായേൽ യുദ്ധം തുടങ്ങി ഗാസ മുഴുവൻ തകർത്ത് മുന്നേറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം ഗാസയിൽ നിന്ന് ആൾക്കാർ മുഴുവൻ പലായനം ചെയ്ത് പാലസ്തീനിലെ ഏറ്റവും അങ്ങേ അറ്റത്തെ ഭാഗമായിട്ടുള്ള റഫയിലേക്ക് വരുന്നത് നമ്മൾ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ റഫയും പിടിച്ചടക്കാനായിട്ട് നമ്മുടെ ഇസ്രായേൽ വലിയ നീക്കം നടത്തി. അപ്പോഴാണ് ഓൾ ഐസ് ഓൺ റഫ എന്ന് പറഞ്ഞ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ഇവർ തുടങ്ങിയത്. നമ്മുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് ചേട്ടൻ അറിയായിരിക്കും, നമ്മുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്നത് എല്ലാവരും പൂർണ്ണമായിട്ടും അവരുടെ സഹതാപ തരംഗത്തിൽ ഉണ്ടായ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു പ്രതിഷേധമാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ബ്ലോക്ക് ഔട്ട് 2024 എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ ബോധപൂർവം പടച്ചുവിടുകയും അങ്ങനെ ആ ക്യാമ്പയിനിൽ പങ്കെടുക്കാത്ത, അല്ലെങ്കിൽ ആ ബ്ലോക്ക് ഔട്ട് 2024 എന്ന് പറയുന്ന ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഈ റഫയ്ക്ക് വേണ്ടി സംസാരിക്കാത്ത എല്ലാ സെലിബ്രിറ്റീസിനെയും നമ്മൾ ഒന്നടങ്കം ബ്ലോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഹാക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. കേരളത്തിലും അത് വളരെ സജീവമായിരുന്നു. അങ്ങനെയായിരുന്നു ഇത് എല്ലാ സെലിബ്രിറ്റികളും ഒന്നടങ്കം ഓൾ ഐസ് ഓൺ റഫ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ഒക്കെ തുടങ്ങിയത്. റഫയിലേക്ക് ഇസ്രായേൽ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി റഫ കൂടെയേ ഉള്ളൂ പാലസ്തീനിലെ ആൾക്കാർക്ക് അഭയമായിട്ട്. പക്ഷെ റഫയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റഫയിലാണ് ഈ ഫിലാഡൽഫി കോറിഡോർ എന്ന് പറയുന്ന ഒരു കോറിഡോർ ഉള്ളത്. ഈ ഫിലാഡൽഫി കോറിഡോർ ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹമാസിന്, അതായത് അവിടുത്തെ തീവ്രവാദ സംഘടനയായിട്ടുള്ള ഹമാസിന് വേണ്ട ചെലവും ആയുധങ്ങളും എല്ലാം ഈ കോറിഡോർ വഴിയാണ് പാലസ്തീനിലേക്ക് എത്തുന്നത് എന്നൊരു ആരോപണം പല വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കോറിഡോർ ഡീന്യൂട്രലൈസ് ചെയ്താൽ മാത്രമേ ഇസ്രായേലിന് പൂർണ്ണമായിട്ടും ഒരു സ്വസ്ഥത, സമാധാനം, അല്ലെങ്കിൽ പാലസ്തീന്റെ നമ്മൾ ഈ അജിത് ഡോവലൊക്കെ ഒരു കലാപം നിർത്താനായിട്ട് ഒരു സ്വിച്ച് ഓഫ് ചെയ്യുമെന്ന് പറയില്ലേ, അതുപോലെ ആ കോറിഡോർ ഡീന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഹമാസിന്റെ ഫ്യൂസ് ഊരി എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കോറിഡോറിലേക്ക് എത്തുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ഉണ്ടാകുന്നു. ഓൾ ഐസ് ഓൺ റഫ എന്ന് പറഞ്ഞുള്ള വലിയ രീതിയിലുള്ള ഹാഷ്ടാഗുകൾ വരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മുടെ നെതന്യാഹു പുള്ളിക്കാരൻ അമേരിക്കയിലേക്ക് പോകുന്നു എന്നൊരു റിപ്പോർട്ട് വരുന്നു. അമേരിക്കയിലേക്ക് എന്തിനാണ് നെതന്യാഹു പോകുന്നത്? പല ആൾക്കാരുടെയും പല നിരീക്ഷകരുടെയും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് നെതന്യാഹു ചെയ്യേണ്ട മാക്സിമം ചെയ്തു കഴിഞ്ഞു, ഇനി പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള സംസാരങ്ങളായിരിക്കും അവിടെ ഉണ്ടാകുക എന്നാണ് അറിയാനും സാധിക്കുന്നത്. എന്താണ് ബിജുചേട്ടന്റെ അഭിപ്രായം? ഈ ലോകത്ത് എല്ലാ രാജ്യങ്ങളും ഏറ്റുമുട്ടുമ്പോൾ അത് ഈ ആൾനാശം മാത്രമല്ല ഉണ്ടാകുന്നത്, ആ രാജ്യത്തെ സാമ്പത്തികമായി തരിപ്പണമാണ്. നമ്മുടെ രാജ്യം ഇന്ത്യ ചൈനയുമായിട്ടൊരു വാറുണ്ടായി, ഇന്ത്യയുടെയും സാമ്പത്തികമായി അടിത്തറ തകരും, ചൈനയുടെയും തരും. കാരണം ഓരോ യുദ്ധത്തിന് ഉപയോഗിക്കപ്പെടുന്ന ഈ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞ കോടികളാണ് ഒരു ദിവസത്തെ യുദ്ധ ചെലവ് തന്നെ വരുന്നത്. കാരണം ഇതിന്റെ ഒരു ഭാരം വഹിക്കേണ്ടത് ആ രാജ്യത്തെ ജനങ്ങൾ തന്നെ. നമ്മളിപ്പോ ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സ്കോർ ബോർഡ് നോക്കുന്ന ഇത്ര പട്ടാളക്കാർ മരിച്ചു, ഇത്ര ഭീകരർ മരിച്ചു, നമുക്ക് പറയാനും കേൾക്കാനും ഒക്കെ രസമാണ്. പക്ഷെ ഇത് തകർക്കുന്നത് നമ്മുടെ രാജ്യത്തെയാണെന്നുള്ളതാണ്. അതായത് ആൾനാശമല്ല, കൂടുതലും നമ്മുടെ സാമ്പത്തിക അടിത്തറ തകർത്തു പോകും. കാരണം ഒരു മിസൈൽ വിടുന്നതിന്റെ ചാർജ് എത്ര, ഒരു ബുള്ളറ്റിന്റെ ചാർജ് എത്ര, ഇതെല്ലാം വഹിക്കേണ്ടത് ജനങ്ങളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാത്തത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഇഷ്യൂസ് ആയാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇഷ്യൂസ് ആയാലും എന്തുകൊണ്ട് ഏറ്റുമുട്ടലിൽ പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാമ്പത്തികമായി തകർന്നു തരപ്പെടും. ഇപ്പൊ നമ്മുടെ രാജ്യമൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ ഒരു യുദ്ധത്തിന് പോയാൽ നമ്മൾ പഴയ ഒരു 10-30 വർഷം പിന്നിലേക്ക് പോകും. പെട്രോളിനൊക്കെ തീ പിടിച്ച വില കൊണ്ട് കയറും, അത് വരും. പക്ഷെ ലോകത്ത് ഏറ്റുമുട്ടുന്നതിൽ ലാഭം ഉണ്ടാക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് ഇസ്രായേലും പാലസ്തീനും. ഒന്നാന്തര ബിസിനസ്, ഇവരുടെ ഏറ്റുമുട്ടൽ ഇവർക്ക് ബിസിനസ്സാണ്. അത് അങ്ങനെ തന്നെ നമുക്ക് ആ രീതിയിൽ തന്നെ നമ്മൾ കാണണം. ഓക്കെ, ഏറ്റുമുട്ടൽ നടക്കുന്നു, അതിന് കാരണങ്ങളുണ്ട്. ഈ ഏറ്റുമുട്ടൽ ഇന്നും നാളെയും തീരില്ല, ലോകാവസാനം വരെ തുടരുകയും ചെയ്യും. കാരണം അത് അവരുടെ ചരിത്രം അങ്ങനെയാണ്, ഭൂതകാലം അങ്ങനെയാണ്, അവരുടെ ജന്മം തന്നെ ദൈവം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ്. അതിനകത്ത് ഒരു മാറ്റവും വരാം. പക്ഷെ അതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്നവരെ കേൾക്കുന്നത് ഈ ഇസ്രായേൽ ഹമാസിന്റെ ഇതിലാണ്. ഞാൻ അത് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത് പറഞ്ഞത്. എപ്പോഴും ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന, ആ സംഘടന എപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു കാലയളവ് ശ്രദ്ധിച്ചാൽ അറിയാം. ഈ മുസ്ലിം സമുദായം അവരുടെ ഏറ്റവും വിശുദ്ധമായി കാണുന്ന ഈ നോമ്പ് കാലത്താണ്. ഈ നോമ്പ് കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നോമ്പ് കാലത്ത് ഈ മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആളുകൾ ഈ സക്കാത്ത് കൊടുക്കും, ദാനം കൊടുക്കും. അത് അവരുടെ മതപരമായ ഏറ്റവും വലിയ ഇതാണ്. അവരുടെ ദാനം കൊടുക്കുന്നത് മഹത്തരമായ ഒരു കാര്യമായിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ ഈ ദാനം വാരിക്കോരി കൊടുക്കും. അപ്പൊ ഈ സമയം നോക്കിയിട്ടാണ് ഈ ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നത്. എന്താ അതിന്റെ റീസൺ എന്ന് വെച്ചാൽ, ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ
ഈ എരവാദം പറഞ്ഞുകൊണ്ട് ഇവർ ഈ ഇസ്ലാമിക രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും പിരിവിനിറങ്ങും. നമ്മളുടെ കുട്ടികളെ രക്ഷിക്കണം, നമ്മുടെ ആശുപത്രി തകർത്തു, അത് കൊച്ചു കുട്ടികളുടെ ധനുഷ ശ്രദ്ധിച്ചാണ്, കൊച്ചു കുട്ടികളുടെ മുഖത്ത് ഈ പെല്ലറ്റ് നിറച്ച പടം, ഈ മുഖമുള്ള കുട്ടികളുടെ പടമൊക്കെ വെച്ചിട്ട് അതെ 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 സേവ് അതെ. ഗാസ, കരുണയോടെ ചെയ്യണം. ഇപ്പൊ ഇത് വളരെ കാലമായിട്ട് അവർ ചെയ്യുന്നു. അപ്പൊ വലിയ രീതിയിൽ ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ആദ്യം പണം കൊടുക്കുമായിരുന്നു, സൗദി അടക്കമുള്ള രാജ്യങ്ങൾ കൊടുക്കുമായിരുന്നു. ഇന്ത്യയിൽ നിന്നൊക്കെ പോലും കോടിക്കണക്കിന് രൂപയാണ് ഇവർക്ക് കിട്ടുന്നത്, ജീവകാരുണ്യ പ്രവർത്തനത്തിനൊക്കെ സഹായത്തിനൊക്കെ വേണ്ടിയായിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോഴത്തേനും ഈ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഈ പണം കൊടുപ്പങ്ങ് നിർത്തി. പകരം അവര് പറഞ്ഞു, എന്തോ അവിടെ തകർന്നു പോയത്, അത് ഹോസ്പിറ്റലാണ്, അത് ഞങ്ങൾ പണിത് തരാം എന്നുള്ള രീതിയിലായി. കാരണം ഇനി കൊടുക്കുന്ന പണം ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിനല്ല ഉപയോഗിക്കുന്നത്. ഇവർ ഈ ആയുധം വാങ്ങാനും പടക്കോപ്പ് വാങ്ങാനും കൂടുതൽ ശക്തമാകാനാണ് ഈ പണമായിട്ട് ഇവർ ഈ വാങ്ങുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചുള്ള കാര്യം ലാഭം എവിടെയാന്ന് ചോദിച്ചാല്, ഈ ഇസ്രയേല് എപ്പോഴൊക്കെ ഇത് കണക്കുള്ള വലിയ ഒരു വാറിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും അമേരിക്കയാണ് ഇസ്രയേലിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഈ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ഒരു ഉടമ്പടി, അമേരിക്കയുടെ സഹോദര രാജ്യമാണ് ഇസ്രയേൽ, അതുകൊണ്ട് ഇസ്രയേൽ എന്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അമേരിക്ക രക്ഷിച്ചേ മതിയാവും. പക്ഷെ ഈ അമേരിക്കയെ സംബന്ധിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലാണ് അവരുടെ ബിസിനസ് ഫുള്ള് കിടക്കുന്നത്. അതെ അതെ. അപ്പോ ഈ ആ ഒരു അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ കിടന്ന് ഇസ്രയേൽ ഇത് അടിച്ചു കഴിയുമ്പോൾ ബാധിക്കുന്നത് അമേരിക്ക. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല അവർക്ക്. ഈ അമേരിക്കയ്ക്ക് അങ്ങനല്ല. ഈ എണ്ണ കച്ചവടമായാലും അവരുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഗൾഫ് കൺട്രീസിലാണ്. ഇവിടെ എല്ലാം ഇത് കച്ചവടം താറുമാറായി പോകും. കാരണം ഈ ഇസ്രയേലിനെതിരെയുള്ള പ്രതിഷേധം സ്വാഭാവികമായി അമേരിക്കക്കെതിരെയുള്ള പ്രതിഷേധമായി മാറുകയും അവരുടെ സാധന സാമഗ്രികൾ ജനം മേടിക്കാത്തൊരു അവസ്ഥയിലും വന്ന് അവരുടെ വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്രയേല് ആദ്യം അടിക്കുമ്പോൾ ഇവർ മിണ്ടത്തില്ല. ഇച്ചിരി കഴിയുമ്പോൾ ഇവർ പറയുന്ന ഡീല് മിക്കവാറും ഒക്കെ ഈ എപ്പോഴും ധനുഷ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവരുടെ ഒരു വെടിനിർത്തലോ അല്ലെങ്കിൽ സമാധാനത്തിലോ പോകുമ്പോൾ ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന വമ്പൻ സഹായങ്ങളാണ്. അവിടുത്തെ ഈ ഇപ്പൊ ഈ ഒരു വെടിനിർത്തലിലേക്ക് എത്തിയെന്ന് കരുതുക, അല്ലെങ്കിൽ യുദ്ധം തീർന്നെന്ന് കരുതുക. ഇസ്രയേലില് അമേരിക്ക ആദ്യം ചെയ്യുന്ന അവിടെ തകർന്നു പോയ കെട്ടിടങ്ങൾ എല്ലാവരും പണിത് കൊടുക്കും, സാമ്പത്തിക സഹായം ചെയ്യും. അതുപോലെ തന്നെ ആയുധങ്ങളെല്ലാം ഇവർക്ക് കൊടുക്കും, ഇസ്രയേലിന് കൊടുക്കും. അതാ ഞാൻ പറഞ്ഞത്, ലോകത്ത് യുദ്ധത്തിലൂടെ ലാഭം ഉണ്ടാക്കുന്ന ഒരു രാജ്യം ഇസ്രയേലും ഒപ്പം തന്നെ ഒരു സംഘടന ഹമാസുമാണ്. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു കാര്യം. പിന്നെ ഇസ്രയേലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ ഈ രണ്ട് രാജ്യത്തിനും ജനങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട്, അതും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ ഓൾറെഡി സെറ്റാണ്, യുദ്ധ സമാനമായ സാഹചര്യത്തിൽ ജീവിച്ച് സെറ്റാണ്. ഇപ്പൊ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഇപ്പൊ ഒരു യുദ്ധം വന്നാൽ ഞാനോ ധനുഷോ ഒന്നും അതിനെ മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസകരമായിരിക്കും. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടില്ല. പക്ഷെ നമ്മളെക്കാളൊക്കെ പ്രായമുള്ളവരുടെ കാലത്ത് യുദ്ധം ഉണ്ടായിട്ടുണ്ടാകും, അവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമുക്കറിയില്ല, നമുക്ക് പെട്ടെന്ന്. പക്ഷെ ഈ ഇസ്രയേലിലും പാലസ്തീനിലേക്കുള്ള ജനം ഡെയിലി ഈ ബോംബിന്റെയും ഷെല്ലിന്റെയും ഒപ്പം തന്നെ വെടിയുണ്ടകളുടെ ഇടയിൽ ജീവിച്ച് അവര് വെൽ സെറ്റിൽഡ് ആണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ സാമ്പത്തികമായ തിരിച്ചടി ഉണ്ടാകുക, അപ്പൊ അതിനനുസരിച്ച് അവരുടെ ജീവിത ക്രമം അവർ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ ഇപ്പൊ നടക്കുന്ന ഡീൽ അങ്ങനെയാണ്. ഇപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് വേറൊരു പ്രശ്നം കൂടി ഇപ്പൊ അവർക്കുണ്ട്. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഒരു വലിയ പടയൊരുക്ക് ഇസ്രയേൽ തന്നെ നടക്കുന്നുണ്ട്. അവരുടെ പ്രതിപക്ഷ പാർട്ടികളായാലും ജനങ്ങൾക്കിടയിലും ഒക്കെ. അത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അനവധി വേറെ കാര്യങ്ങളുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇസ്രയേലിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല്, ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഒരു വലിയ ഇതിപ്പോ പെട്ടെന്ന് അവർ പൂർണ്ണമായിട്ട് എന്നേക്കുമായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഹമാസിന്റെ ഇവർ തിരയുന്ന ഒരു വലിയ തലവനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോ ആ ഒരു തലവനുണ്ട്. ആ തലവനെ കിട്ടിയാലോ കൊന്നാലോ അവിടെ കൊണ്ട് നെതന്യാഹു പണി മുഴുവൻ നിർത്തും. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അത് ഭയങ്കര വിജയമാണ്, ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ വിജയമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഈ അവസാന ലാപ്പിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ അമേരിക്ക ചർച്ച നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് കുറച്ചുനാൾ മുമ്പ് വന്ന ഒരു ഇന്റർനാഷണൽ ന്യൂസിൽ കണ്ട ഒരു സാധനമാണ്. അത് എത്രത്തോളം വിശ്വാസജനകമാണ് എന്നറിയില്ല, പക്ഷെ ലോജിക് ഉണ്ട് അതിനകത്ത്. കണ്ട ഒരു കാര്യം, ഈ അമേരിക്ക ഇതിന്റെ ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളും ഖത്തറും ഒക്കെ ആയിട്ട് അമേരിക്ക ഈ ചർച്ച നടത്തി. ഈ ഖത്തറാണ് ഈ ഹമാസിനെ അകപഴിഞ്ഞ് പിന്തുണയ്ക്കുന്നത്. ഈ പറയുന്ന തലവൻ ഖത്തറിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ഒരു ചർച്ച അമേരിക്കൻ പ്രതിനിധികൾ നടത്തുകയൊക്കെ ഉണ്ടായി. അപ്പോ ഈ ഖത്തറിലുള്ള ഈ നേതാവിനെ ഒരുപക്ഷെ ഇസ്രയേലിന് വിട്ടുകൊടുത്തുകൊണ്ട്, ഇല്ലെങ്കിൽ ഇസ്രയേലിന് പണി നടത്താൻ തക്ക പരുവത്തിന് ആ ഒരു നേതാവിനെ ബലി കൊടുത്തുകൊണ്ട് ഒരു സമാധാനത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ. കാരണം അത് ഹമാസിനും കുറച്ചുകൂടെ നല്ലതാകുമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞ നേരത്തെ ധനുഷ് സൂചിപ്പിച്ച ഒരു ഇടനാഴിയുണ്ട്, ഒരു തുരങ്കമുണ്ട് ഈജിപ്തിലേക്ക്, ഈ പറയുന്ന റാഫേൽ നിന്നിട്ട്. അപ്പൊ ഇപ്പോൾ ഇസ്രയേൽ അതാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വലിയ തിരിച്ചടിയായി ഇസ്രയേൽ ഇപ്പൊ ഈ പാലസ്തീന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് പെട്ടെന്ന് നിർത്തുക എന്നുള്ളതാണ് ഹമാസിന്റെ ലക്ഷ്യം, ഇല്ലെങ്കിൽ അവർ തകർന്ന് അരിപ്പണമായി പോകും. അപ്പൊ അതിന് പകരം ഒരാളെ ബലിയാടാക്കിക്കൊണ്ട് ഇത് തൽക്കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന് ഹമാസും സ്വാഭാവികമായി ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ തകർന്നു തരിപ്പണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും
ഒക്കെ ചെയ്ത് കുറെ ഫണ്ടുകൾ അങ്ങോട്ട് ഒഴുകി. അമേരിക്കയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരവിടെ ഇവിടെ നിന്ന് ഫണ്ട് കൊടുക്കും. കാരണം അവരെ സംബന്ധിച്ച് അതെ അവിടെ അതെ അതെ ഒരു അതെ. ആ ഒന്നാം നമ്പർ കച്ചവടക്കാരാണ് ഈ പ്രത്യേകിച്ച് അമേരിക്ക ആണെങ്കിലും ഉം. നമ്പർ വൺ കച്ചവടക്കാരാണ്. അവരാണ് ഉം. എല്ലാ രാജ്യങ്ങളെയും യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നത്. ഈ ഉക്രൈൻ ചുമ്മാതിരുന്ന ഉം. ഉക്രൈനാണ്. ആ ഉക്രൈനെ തള്ളിവിട്ട് അവനെ ആവേശം കയറ്റി അതിനകത്തേക്ക് വിടുന്നത് എന്തിനാണ്? ഇവന്റെ ആയുധം അവിടെ വിൽക്കണം, പിന്നെ ഉം. റഷ്യയുടെ കപ്പാസിറ്റി എത്രയുണ്ടെന്ന് അളക്കണം. ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. ഉം. എന്നിട്ട് ഇപ്പൊ എന്താ കിടന്ന് വല്ലാത്ത അവസ്ഥയിലേക്ക് പോയില്ലേ ഉക്രൈൻ. ഉം. ഇതാണ് ഇവരുടെ പണി. ഇത് തന്നെയാണ് ചൈന പാകിസ്ഥാൻ അടുത്തും ചെയ്യുന്നത്. അവരെ എങ്ങനെയും പ്രൊവോക്ക് ചെയ്തിട്ട് നേരെ ഇന്ത്യ എടുത്തിട്ട് പോയി ഇവരുടെ ഈ ചപ്പും ചവറും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ മേടിക്കുക. ഇത് കച്ചവടമാണ് മെയിൻ. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച്, പക്ഷേ മധ്യേഷ്യയിൽ അങ്ങനെയല്ല. മധ്യേഷ്യയെ സംബന്ധിച്ച് അവരുടെ ഗൾഫ് രാഷ്ട്രങ്ങൾ അവരുടെ വലിയൊരു വരുമാന മാർഗമാണ്. എണ്ണ മാത്രമല്ല, ഉം. അവരുടെ സാധന സാമഗ്രികളും ഒക്കെ വിൽക്കുന്ന എടുക്കുന്നൊക്കെ ഒരു സ്ഥലമാണ്. ഉം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഉം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ ഈ ഇസ്രായേലിനോട് പ്രത്യേകിച്ച് ആയുധം വിട്ടിട്ട് അമേരിക്കയ്ക്ക് ഒന്നും കിട്ടാനില്ല. ഈ ഉം. ഇസ്രായേലിന് ഫ്രീ ആയിട്ടാണ് അവർ കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടോ ചുമ്മാതൊക്കെ ഇരിക്കുമ്പോൾ ഇസ്രായേല് ചില മിസൈലുകളൊക്കെ ഇറാന്റെ നേരെയൊക്കെ തൊടുത്തു വിടാറുണ്ട്. പെട്ടെന്ന് ഉം. തന്നെ ഉം. 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 പെട്ടെന്ന് തന്നെ അത് വലിയ വാർത്തയായി മാറുക, അമേരിക്ക പെട്ടെന്ന് തന്നെ ഇടപെടുകയൊക്കെ ചെയ്യും. കാരണം അവർക്കറിയാം ഈ അതെ പൈസയുടെ അതെ. ഈ ഞാൻ തമാശ രൂപത്തിലല്ല, ഇതിന് കുറച്ച് ലോജിക്കായിട്ട് ഞാൻ പറയാം. ഈ പൈസയുടെ ആവശ്യം വരുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ വാണം അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറി വിടുന്നത്. ഉടനെ തന്നെ അവിടുന്ന് വിളി വരും, വേറെ അക്രമത്തിനൊന്നും പോകരുത്, സംഭവം തരാം എന്ന് പറഞ്ഞിട്ട് വരും. ഉം. ഇപ്പൊ നടക്കാൻ ഉം. പോകുന്ന ഒരു സാധനം, ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വലിയ ക്രൈസിസിലാണ്. ഭരണപരമായിട്ട് ഉം. രാഷ്ട്രീയപരമായിട്ടുള്ള ക്രൈസിസ് ആണ്. അപ്പൊ ആ ഒരു ക്രൈസിസ് അവിടെ ഇതേ സമാനമായ ഒരു ക്രൈസിസ് അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ അമേരിക്കയിലുണ്ട്. അത് ഉം. അവരുടെ പ്രസിഡന്റ് ആരാണ്? ബൈഡനാണ്. ആ. കാരണം അമേരിക്കൻ പ്രസിഡന്റുമാരെല്ലാവരും തന്നെ പോരാളികളാണ്, വീരന്മാരാണ് എല്ലാവരും. ഈ ഉം. വീരപരിവേഷമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖമുദ്ര. ഉം. ഉം. ബുഷ് അതെ. ആയാലും ഒബാമ ആയാലും. അപ്പൊ ഈ ബൈഡൻ വന്നതിന് ശേഷം അങ്ങനെ വലിയൊരു വീരപരിവേഷം ഒന്നും പുള്ളിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ ബൈഡൻ ഇപ്പോൾ പോകുന്നു. ബൈഡൻ ഇപ്പം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി അല്ലാതായി പോകുമ്പോ അദ്ദേഹത്തിന് അതൊരു ഇമേജിന് വലിയ കോട്ടം തട്ടും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇറങ്ങുന്നതിന് തൊട്ട് ഉം. മുമ്പ് എന്തെങ്കിലും ഒരു സംഭവം അദ്ദേഹത്തിന് ചെയ്തേ മതിയാകും. അപ്പൊ അതിന്റെ ഉം. ഭാഗമായിട്ടാണ് സെപ്റ്റംബർ മാസത്തോടുകൂടിയാണോ ആഗസ്റ്റ് അവസാനത്തോടു കൂടി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ പോകുന്നുണ്ട് ചർച്ചകൾക്കായിട്ട്. ഒരുപക്ഷെ ഉം. അവിടെ ഒരു ഉം. വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അങ്ങനെയെങ്കിൽ ബൈഡന് മാത്രമല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ബൈഡന്റെ പാർട്ടിക്കാരിയായ കമലാ ഹാരിസിനും അത് കുറച്ചൊക്കെ ഗുണം ചെയ്യും. അപ്പൊ ബൈഡന് ഉം. എന്റെ ലക്ഷ്യവും എന്താണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇപ്പം അവരുടെ നാട്ടിലുള്ള ആ ഒരു ഇന്റർപൊളിറ്റിക്സിന്റെ ഒരു ശമനം ഉണ്ടാക്കണമെങ്കിൽ ഒരു ഉടനടി നടപടി, ഉം. ഒന്നെങ്കിൽ ഈ ഹമാസിന്റെ തലവനെ തട്ടുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഉം. കുറെ അധികം ബോംബുകളും കാര്യങ്ങളും വാരിയിട്ട് ഒരു സർവനാശം വരുത്തുക. അതിനുള്ള സാധ്യതകൾ കുറവാണ്. മൂന്നാമത്തെ ഒരു കാര്യം ഉം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ തൽക്കാലത്തേക്ക് ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. ഉം. അമേരിക്കയുടെ ഒരു ഉം. ബൈഡന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് പുള്ളിക്ക് ഒരു അല്പമെങ്കിലും പേരും പെരുമയും ഉണ്ടാക്കിയെടുക്കുക. ഇതിനകത്ത് അവർ അദ്ദേഹത്തിന്റെ പാർട്ടി പക്ഷെ വേറൊരു ഡെമോക്രാറ്റിക് കാര്യമുണ്ട്. പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം എനിക്ക് ഒരു ശുഭപ്രതീക്ഷയുള്ളത്, ഇപ്പൊ ബൈഡൻ ആ, അതിനൊരു മുൻകൈ എടുത്തില്ലെങ്കിലും ഇപ്പോ നമ്മുടെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ യുദ്ധം സ്വിച്ചിട്ട പോലെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ ഇസ്രായേലിനും, പക്ഷെ ആ പുള്ളിക്കാരനുണ്ടല്ലോ വിചേട്ടാ, ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി, പുള്ളി എത്രയൊക്കെ ഇവിടെയുള്ള ആൾക്കാർ കളിയാക്കി എന്നാലും പുള്ളിയുടെ ഇമേജും റേഞ്ചും ഒക്കെ വേറെ ലെവലായിരുന്നു. പുള്ളി മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുമെങ്കിലും വേറെ ആരുടെയും കഞ്ഞിയിൽ മണ്ണ് വാരിയിടാനൊന്നും പുള്ളി പോയിട്ടില്ല. പുള്ളി ഇപ്പൊ ഇസ്രായേലിനെയും നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു ജൂത രാഷ്ട്രമാണ്. ആ ജൂത രാഷ്ട്രം ഒരിക്കലും ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ കൂടെ സൗഹൃദം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് മധ്യ ഏഷ്യയിൽ സമാധാനം സ്ഥാപിക്കാനായിട്ട് പുള്ളി വന്നിരുന്ന് ബഹ്റിനും ഖത്തർ ഉണ്ടോന്നറിയില്ല, ബഹ്റിനും UAE-യും ഇസ്രായേലുമായിട്ട് കരാറുണ്ടാക്കി കൈകൊടുത്ത് ആദ്യമായിട്ട് അവർ വൈര്യം മറന്ന് അവര് അവിടെ സൗഹൃദം സ്ഥാപിച്ചു. അത് വലിയ രീതിയിലുള്ള ഒരു വാർത്തയായിരുന്നു. അത് നമ്മുടെ ട്രംപ് ചെയ്ത അതിഭീകരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു. രണ്ടാമത്തെ കാര്യം ട്രംപ് ചെയ്ത ഒരു നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അഫ്ഗാനിസ്ഥാനിലുള്ള ട്രംപിന്റെ ഇടപെടലൊക്കെ. ട്രംപ് പോയി കഴിഞ്ഞപ്പോൾ ബൈഡൻ വന്നു, അവിടെ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു, അവിടെ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായി. ഈ ബൈഡൻ എന്ന് പറയുന്ന ആളാണ് ലോകരാജ്യങ്ങളിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചറപറ യുദ്ധം തുടങ്ങിയിട്ടുള്ളത്. അതേസമയം ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുമെങ്കിലും എന്താ പറയാ, മറ്റാരുടെയും കഞ്ഞിയിൽ ഈ അമേരിക്ക ഗ്രേറ്റ് ആവണമെങ്കിൽ എപ്പോഴും എന്താണ് ഒരു യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷം മൊത്തത്തിലുള്ള ലോകത്തിൽ ഉണ്ടായിക്കൂടാ എന്ന് കൃത്യമായിട്ടുള്ള ധാരണയുള്ള ഒരു വ്യക്തിയായിരുന്നു ട്രംപ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നരേന്ദ്രമോദി തന്നെ, ഇപ്പോ നമ്മളും പാകിസ്ഥാനും കൂടെ ഒരു യുദ്ധം ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മളും ചൈനയും കൂടെ ഒരു യുദ്ധം ഉണ്ടായാൽ, ഇന്ത്യ എന്ന് പറയുന്നത് ചൈന എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ മാർക്കറ്റാണ്. സ്വാഭാവികമായിട്ട് ഈ രണ്ട് ഗ്ലോബൽ മാർക്കറ്റും താഴെ പോയി കഴിഞ്ഞാൽ യൂറോപ്പും അമേരിക്കയും സകല ഭൂഖണ്ഡങ്ങളും താഴെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തിന് ആഫ്രിക്ക പോലും താഴെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ അത് കൃത്യമായിട്ട് അറിയാന്നുള്ള ഒരാളായിരുന്നു ട്രംപ്. അതുകൊണ്ട് ട്രംപ് വന്നു കഴിഞ്ഞാൽ
ഈ യുദ്ധം പെട്ടെന്ന് നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതിനകത്ത് ഇപ്പൊ ധനുഷ് പറഞ്ഞത് മറ്റൊരു പോയിന്റ് ഉണ്ട്, ഞാനത് ഓർത്തില്ല പെട്ടെന്ന്. കാരണം ഈ ഇസ്രായേൽ ഇപ്പൊ പഴയ ഇസ്രായേൽ അല്ല, അവരിപ്പോ ഈ ഗൾഫ് ഉം, രാഷ്ട്രങ്ങളുമായിട്ട് അത്യാവശ്യം നല്ല ബന്ധത്തിലാണ്, ഉം, ട്രേഡിങ്ങിലൊക്കെ. പ്രത്യേകിച്ച് ഉം. സൗദി ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഈ അതെ അതെ, നല്ല ഇസ്രായേലിന്റെ ബന്ധമാ. ശത്രുക്കള് പണ്ട് കടിച്ചു കീറിയ കണ്ണി കണ്ടാൽ തല്ലുന്ന ആൾക്കാരായിരുന്നു. ഇപ്പൊ ഭയങ്കര സൗഹൃദം, ഇവര് തമ്മിലുള്ള ഫ്ലൈറ്റ് അതെ അതെ. സർവീസുകളും കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് ഇവരുടെ ചരിത്രം പരിശോധിച്ചാലേ ഈ ഇറാനുമായിട്ട് ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു ഇസ്രായേല് ഒരു 20 വർഷത്തിന് മുമ്പ്. ഇവര് എവിടെയാണ് പിണങ്ങിയതെന്ന് ചോദിച്ചാൽ ഈ ഇറാൻ സ്വന്തമായിട്ട് ഈ ആണവ പോർമുനകൾ നിർമ്മിക്കുന്നിടത്താണ് ഇവര് പിണങ്ങുന്നത്. അതായത് ഇവരുടെ അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഏത് ഉം, നിമിഷം വേണമെങ്കിലും ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ വീണ്ടും സൗഹൃദത്തിലെത്താം. ഉം, ഇല്ലെങ്കിൽ ഈ ഇപ്പൊ തന്നെ ഇതിനകത്ത് ഇപ്പോഴുള്ള ഒരു അടിക്ക് വേറൊരു കാര്യങ്ങളുണ്ട്. കാരണം ഈ ഗൾഫ് ഉം, രാഷ്ട്രങ്ങളുമായിട്ട് ഇസ്രായേൽ കുറച്ചുകൂടെ കൂടുതൽ അടുക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഈ യുദ്ധത്തിലേക്കും അടിയിലേക്കും ശത്രുതയിലേക്കും പോകാൻ ആർക്കും ആഗ്രഹമില്ല. കാരണം ഉം, നമ്മളാണെങ്കിലും നമ്മുടെ അയൽക്കാരനോട് സ്നേഹത്തിൽ പോകുന്നതാണ് നമുക്കും അയൽക്കാരനും നല്ലത്. കാരണം ഇല്ലെങ്കിൽ ഉം, നമ്മൾ എന്നും അവനുമായിട്ട് വഴക്കിടാനും നമ്മുടെ സമയത്തിന്റെ വലിയൊരു ഭാഗം അവിടെ ചെലവഴിക്കാനും നമ്മുടെ സമ്പത്തിന്റെ വലിയ ഭാഗം അവിടെ ചെലവഴിക്കേണ്ടി വരും. ഇപ്പൊ ഗൾഫ് രാഷ്ട്രങ്ങളുമായി ഉം, ഇസ്രായേൽ ഇപ്പോൾ ഒരു നല്ല ബന്ധത്തിലാണ്. അപ്പൊ ഉം. എങ്ങനെങ്കിലും ഈ ഒരു അലമ്പ് പരിപാടി അവിടെ ഒന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത്. കാരണം അവർ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ രാജ്യത്ത് കയറി അറ്റാക്ക് ചെയ്ത് അവർ തിരിച്ചടിക്കുക, അതൊരു അത് അവരുടെ ഒരു 100%. തത്വമാണ് ആ സാധനം. അപ്പൊ അത് അവർക്കൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുക. പകരം ഇത് പോകും, അതും അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ട്രംപിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രംപ് എന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ട്രംപിന് ഒരു പ്രത്യേകിച്ച് എന്താ പറയാ, നമ്മുടെ ഈ അമർ ചിത്ര കഥകളിലേക്ക് ഉള്ള ഒരു വീര പരിവേഷമാണ് ഈ ട്രംപിനുള്ളത്. പെട്ടെന്ന് തന്നെ ഈ അമർ ചിത്രകഥയിലുള്ള വീരപരിവേഷം എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള കഥാപാത്രങ്ങൾ നായകന്മാരൊക്കെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവരാണ്. ഉം, അതായത് ടൈം എടുക്കത്തില്ല. കാരണം ഈ അമർ ചിത്രകഥയ്ക്ക് ഒരു ടൈം ഉണ്ടല്ലോ, അതായത് 2 പേജ് ഉം, ഉം, മറിക്കുമ്പോൾ അത് തീരണം, അല്ലെങ്കിൽ 10 പേജ്. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും, ഇവർ തുടക്കത്തിലെ തന്നെ അറ്റാക്ക് ചെയ്ത് മുന്നേറുന്ന ഒരു എല്ലാ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നായകനാണ് ഈ അമർ ചിത്രകഥയിൽ പറ്റിയുള്ളത്. ഉം, 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 അപ്പോ അതുപോലൊരു ക്യാരക്ടറാണ് ട്രംപ്. അതുപോലെ തന്നെ ട്രംപ്, അമേരിക്ക ഒരു കച്ചവട താല്പര്യമുള്ള രാജ്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ട്രംപ് ഒരു വ്യവസായിയാണ്, കച്ചവട താല്പര്യമുള്ള ഒരു മനുഷ്യനാണ്. രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്നൊരു കച്ചവടക്കാരൻ കച്ചവട താല്പര്യമുള്ള രാജ്യം ഭരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ട്രംപിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഈ ബൈഡനെ പോലുള്ള നേതാക്കന്മാർ, ഈ ബൈഡന്റെ ഒക്കെ ഒരു പ്രശ്നം വെച്ചാൽ ആ പാർട്ടിയുടെ നിലപാടും കാര്യങ്ങളുമായി മുമ്പിൽ പോകുമ്പോൾ ട്രംപ് അതല്ല. ട്രംപ് പെട്ടെന്ന് തന്നെ, കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നല്ല ബിസിനസ്സുകാരൻ കൂടി ആയതുകൊണ്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാൻ എടുക്കണം. അതായത് ഇപ്പൊ ഇതിനകത്ത് കൂടുതലുകളും നടക്കുന്നത് യുദ്ധം കോംപ്രമൈസ് ആക്കാനൊക്കെ കൂടുതൽ നടക്കുന്ന ഡീലുകളാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് രണ്ടു കൂട്ടരെയും വിളിച്ചിരുത്തിയിട്ട് പറയാണ്, ശരി നിങ്ങൾക്ക് ഉണ്ടായ നഷ്ടത്തിന് ഞാൻ നികത്തി തരാം, നിങ്ങൾക്ക് ഉള്ള എന്താണ് സാമ്പത്തിക പ്രശ്നമാണോ ഞാൻ നികത്തി തരാം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ എല്ലാ കെട്ടിടങ്ങളും പണിപ്പെട്ട സഡനാണ് സംഭവം, ശരി നിങ്ങൾക്ക് എന്താ ആവശ്യം അത് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ തന്നേക്കാം കൊണ്ടു എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേനും അത് പെട്ടെന്ന് അത് എഫക്റ്റീവ് ആകും. അതല്ലാതെ അതിനകത്ത് ലീഗലായിട്ട് കുറെ ചർച്ചകളൊക്കെ നടത്തി പിന്നീട് ഒരു കരാറൊക്കെ ഒപ്പിടുന്നതിനേക്കാൾ നല്ലത് എടാപിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പോകും. ഇതൊക്കെയാണ് അയാള് കുറച്ചുകൂടെ, ഞാൻ പറഞ്ഞില്ല, കുറച്ചുകൂടെ സ്പീഡായിട്ടുള്ള ഒരു ആക്ഷനാണ് ട്രംപിന്റെ ഭാഗത്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ചിലതൊക്കെ അമ്പയെ പാളിപ്പോകുന്ന തീരുമാനങ്ങളും നിലപാടുകളും ഒക്കെയാണ്. ചിലത് ഒന്ന് അദ്ദേഹത്തിന് ഈ എന്താ പറയുന്നത്, രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ വലിയൊരു പൊളിറ്റീഷ്യൻ ഒന്നും അല്ല അദ്ദേഹം. എന്നാൽ കുറെ സാധനങ്ങൾ പുള്ളിക്ക് കുറെ ഐഡിയകളും കാര്യങ്ങളും ഉണ്ട് താനും. അത് ചിലതൊക്കെ ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഈ അമേരിക്ക, ധനുഷ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ലോകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് യുദ്ധമോ സംഘർഷമോ ഉണ്ടായെങ്കിൽ മാത്രമേ അമേരിക്കക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഉം. ഉദാഹരണം പറഞ്ഞ ഒരു സിനിമയില് ഒരു ഹീറോയ്ക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വില്ലൻ ഉണ്ടാകണം. അത് ഒരു വില്ലൻ ആകണമെന്നില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ വില്ലനോ ഒക്കെ ചെറിയ ചെറിയ വില്ലന്മാരുണ്ടെങ്കിൽ നായകന് നായക പരിവേഷം കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ നായകന് വലിയ നായക പരിവേഷം ഒന്നും ഉണ്ടാകില്ല. വില്ലൻ ഇല്ലെങ്കിൽ പിന്നെ നായകന് വലിയ ചാൻസ് ഇല്ലല്ലോ നമ്മുടെയൊക്കെ സിനിമകളിൽ. എന്ന് പറഞ്ഞതുപോലെയാണ് അമേരിക്കയെ സംബന്ധിച്ച് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ സംഘർഷം ഉണ്ടായാലും അവർക്ക് നിൽക്കാൻ പറ്റും. ഇനി ഇങ്ങോട്ട് ഏഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷം ഉണ്ടായാൽ അമേരിക്കയ്ക്ക് അതിനകത്ത് വലിയ റോൾ ഇല്ല. കാരണം ചൈനയുമായിട്ട് അവർക്ക് കണക്ഷൻ ഇല്ല, ഇന്ത്യയുമായിട്ട് അവർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ പോലും അവിടെ റഷ്യ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഇവിടെ വലിയ താല്പര്യം വലുതായിട്ടില്ല അവർക്ക്. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വലിയ രീതിയിൽ ആയുധമൊന്നും വാങ്ങുന്നില്ല. ഇപ്പൊ കച്ചവടം എന്ന് പറയുന്നൊരു സാധനം നടക്കത്തില്ല. ഇവര് അമേരിക്ക നമ്മൾ പൊതുവെ അറിയപ്പെടുന്ന ലോക പോലീസ് എന്നാണ്. ലോക പോലീസ് എവിടെ സംഘർഷം ഉണ്ടായാലും ഇവരൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു, ഞങ്ങൾ വരും, ഞങ്ങൾ തകർക്കും. ഇപ്പൊ അവർ പിടിച്ചിരിക്കുന്ന മറ്റൊരു രാജ്യം തായ്വാനാണ്. ഈ തായ്വാനെ ഇതേപോലെ തന്നെ തായ്വാന് കട്ടക്ക് കൂടെ നിന്ന് ഇങ്ങനെ മറ്റേ ഉക്രൈന്റെ അതേപോലെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. അവരെ ഇങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്, എരുതിയിൽ എണ്ണ അതെ, ഒഴിച്ചു ചൈനയെ കൊടുത്തോണ്ടിരിക്കുകയാണ്, കയറി ഞങ്ങൾ അടിക്കാൻ. വരും തായ്വാൻ. ആ ചൈന വന്ന ഉടൻ തായ്വാനെ തൊട്ടാ ഞങ്ങൾ വരുമെന്നൊക്കെ ഇതേ ഡയലോഗ് തന്നെ ഉക്രൈന്റെ ഉം, കേസിൽ നമ്മൾ കേട്ടതാണ്.
ഉക്രൈനെ തൊട്ടാ ഞങ്ങൾ അന്ന് നാശമായി കളഞ്ഞു. എന്നിട്ട് എവിടെ ഈ സമയം വരെ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. ഇതേപോലെ തന്നെയാണ് തായ്വാന്റെ അടുത്ത്. പക്ഷെ തായ്വാൻ കുറച്ചുകൂടെ ബുദ്ധിയുള്ളവന്മാരായതുകൊണ്ട് അവന്മാർ വലിയ പ്രശ്നത്തിന് പോയിട്ടില്ല. മിക്കവാറും ഒക്കെ ഈ ഓരോ ആഴ്ചയിലും നമുക്ക് കാണാം ഈ ചൈനീസിന്റെ യുദ്ധവിമാനങ്ങളും കപ്പലും ഒക്കെ തായ്വാൻ ഇങ്ങനെ വട്ടവിട്ട് പറക്കുന്നുണ്ട്. അപ്പൊ മുമ്പൊക്കെ നമ്മൾ അതെ അതെ ഉടനെ അതെ അമേരിക്കൻ ഒരു സ്റ്റേറ്റ്മെന്റ് വരും, തായ്വാനെ തൊട്ടാൽ ഞങ്ങൾ ഇന്ത്യയിലെ വരും എന്നുള്ളത്. എന്തിനാണ് ഇന്ത്യയിലെ പറഞ്ഞോളൂ. ഇന്ത്യയിലെ സൈനികര് തായ്വാന് പരിശീലനം കൊടുക്കുന്നുണ്ടല്ലോ. അത് ചൈനയെ ചൊടിപ്പിക്കാനായിട്ട് നമ്മളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ നല്ല ഉദ്ദേശത്തോടു അല്ല കൂടിയാണ് ചെയ്യുന്നത്. അല്ല നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർ ലോകത്തെ എല്ലാ സമാധാന സേനകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, ഈ നിയമം ഒന്നുമില്ലാതെ കുത്തഴിഞ്ഞ് കിടക്കുന്ന ആഭ്യന്തര കലാപമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സൈനികരാണ്. അതായത് ലോകത്തൊരു കരാറുണ്ട്, സമാധാന സേനയുടെ കരാറിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സൈനിക സഹകരണമുണ്ട്. സൈനിക സഹകരണം വെച്ചാൽ ഈ ട്രെയിനിങ്ങും ഒക്കെ അതിന്റെ ഭാഗമാണ്. നമ്മുടെ പട്ടാളക്കാർ റഷ്യയിൽ പോയി ട്രെയിനിങ് നേടിയിട്ടുണ്ട്. നമ്മുടെ പട്ടാളക്കാരും വിവിധ രാജ്യങ്ങളിൽ പോയി ട്രെയിനിങ് നേടാറുണ്ട്. അത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓരോ രാജ്യത്തിന്റെ ടെക്നോളജി മനസ്സിലാക്കാനും അവരുടെ കാലാവസ്ഥയുമായി പരിചിതമാകാനും എല്ലാ രാജ്യങ്ങളും പരസ്പരം അത്തരത്തിൽ നീക്കുന്നുണ്ട്. ഇപ്പൊ ഈ അമേരിക്കയുമായിട്ട് നമുക്ക് സംയുക്ത സൈനിക അഭ്യാസം ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയയായിട്ടുണ്ട്, ജപ്പാനുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് തായ്വാനിൽ പോയിട്ട് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. അതും ഒരു ബിസിനസ്സാണ്. നമ്മൾ ഫ്രീ ആയിട്ട് പോയി പോകുന്നതല്ല, അത് ഒരു കരാറിന്റെ ഭാഗമാണ്. ഈ ആയുധ കരാർ പോലെ തന്നെയാണ് നമ്മൾ ട്രെയിനിങ്ങിന്റെ കരാർ ഉള്ളത്. അതുപോലെ തന്നെയാണ് സാങ്കേതിക വിദ്യ കൈമാറുന്ന കരാർ. ഇതെല്ലാം കരാറിന്റെ ഒരു പരിപാടിയാണ്. അതല്ല ചുമ്മാതിരിക്കുന്ന ചൈനയെ പോയി ചൊറിയാന്ന് പറഞ്ഞിട്ട് കുറെ പേര് എന്നാ പോയി തായ്വാൻ പോയിട്ട് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞു വിടും. ഇതെല്ലാം ഒരു ഡീലാണ് ഇതിനകത്ത് പോകുന്നത്. അതൊരു കോൺട്രാക്ട് ആണ്, ഒരു കരാറാണ്. അവരുമായിട്ടൊരു ഹ്രസ്വകാല കരാറായിരിക്കും. 3 മാസത്തേക്ക് ഞങ്ങളുടെ കമാൻഡോകളെ പരിശീലിപ്പിക്കാനായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള കമാൻഡോ സംഘം എത്തുന്നു. അതവർ പരിശീലനം കൊടുക്കുകയാണ്. ഇന്ത്യയില് ഉള്ള എനിക്ക് തോന്നുന്നത് ഒരു 2 വർഷം മുമ്പായിരുന്നു ഈ റഷ്യ ഒരു ആധുനിക രീതിയിലുള്ള യുദ്ധ ടാങ്ക് ഇറക്കിയായിരുന്നു. അത് വളരെ ചെറിയ ഒരു യുദ്ധ ടാങ്കാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് എല്ലായിടത്തും ഭയങ്കര ഫാസ്റ്റിൽ ഇത് കയറി പോകാൻ പറ്റും. നമ്മുടെ ഈ ഓഫ് റോഡ് ഡ്രൈവില് ജീപ്പ് ഒക്കെ പോകുന്നത് പോലെ പോകാൻ പറ്റുന്ന ചെറിയൊരു ടാങ്ക്, യുദ്ധ ടാങ്കാണത്. അപ്പൊ അതിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു ബറ്റാലിയൻ തന്നെയാണ് പോയത് അതിന്റെ ട്രെയിനിങ്ങിന്. കാരണം ഇതിന് ടെക്നോളജി പഠിക്കാനും ഇതൊക്കെ വേണ്ടിയിട്ട് അത് മാസങ്ങളോളം അവിടെ കിടന്നു. എന്നിട്ട് അതിനുശേഷം അവരൊരു കോമ്പറ്റീഷൻ വെച്ചിരുന്നു. എന്താണ് ഈ ടാങ്ക് ഓടിച്ച് മത്സരം, ഈ ടാങ്ക്. അതിൽ വീഡിയോ ഒക്കെ ഇപ്പോഴും വൈറലാണ്. ആ സാർ അതിൽ ഇന്ത്യ ജയിച്ചത്, ഇന്ത്യൻ സൈനികരാണ് അത് ജയിച്ചത്. അവരെ പോയി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. അത് ചൈനയെ പ്രകോപിപ്പിക്കുന്നൊന്നുമല്ല. ചൈന അതിനെതിരെ ഇതുവരെ ഒരു അക്ഷരവും മിണ്ടിയിട്ടുമില്ല. കാരണം ഇതെല്ലാം ബിസിനസ് ആണ്, ഇതെല്ലാം കച്ചവടമാണ്. അപ്പൊ ഈ ഇസ്രായേലിന്റെ എനിക്ക് തോന്നുന്നത് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും റഷ്യ ഉക്രൈൻ യുദ്ധം സ്റ്റോപ്പ് ആകും. ഒരു സെപ്റ്റംബർ മാസം ആകുമ്പോഴത്തേന് ഇസ്രായേൽ ഹമാസിന്റെ വെടിനിർത്തലും വരും. രണ്ടിടത്തും വെടിനിർത്തലേ ഉണ്ടാകത്തുള്ളൂ. ഇതിന്റെ ഒരു പ്രവചനം പോലെയാണ് ഞാനിപ്പോ പറയുന്നത് എങ്കിൽ തന്നെയും നടക്കുന്ന ഒരു കാര്യമാണ്. ആഗസ്റ്റ് സെപ്റ്റംബറിൽ രണ്ടിതിലും ഒരു പരിഹാരം ഉണ്ടാകും. എത്ര നാളത്തേക്കാണെന്നുള്ളത് മാത്രം നമ്മൾ ചോദിക്കരുത്. അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. കാരണം നിരപരാധികളായിട്ടുള്ള ആൾക്കാരാണ് അപ്പുറവും ഇപ്പുറവും മരിച്ചു വീഴുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കുക. എപ്പോഴും ഇസ്രായേലിനെ നമ്മൾ പറയുമ്പോഴും, കാരണം ഇസ്രായേലിനെ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ കയറി ആക്രമിച്ചത് കൊണ്ടാണ് ഇസ്രായേൽ തിരിച്ചാക്രമിച്ചത്. ഇസ്രായേലിന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ളത് നമ്മൾ കാണുമ്പോഴും അപ്പുറത്ത് മരിച്ചു വീഴുന്ന ആൾക്കാരുടെ ജീവിതം കൂടെ കാണണം. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ രക്ഷിക്കണമെങ്കിൽ പോലും ഈ ഹമാസ് എന്ന് പറയുന്ന അവിടെയുള്ള ഈ തീവ്രവാദ സംഘടനയെ ഡീന്യൂട്രലൈസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതും വേറെ വലിയൊരു ഘടകമാണ്. അതുകൊണ്ട് ഇതൊരു വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇസ്രായേലും പാലസ്തീനും അഭിമുഖീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്തായാലും നെതന്യാഹുവിന്റെ ഈ അമേരിക്കൻ സന്ദർശനം യുദ്ധം നിർത്തി ഒരു സമാധാന കരാർ ഉണ്ടാകാനുള്ളതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു വിജയ്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.